റാപ്പർ വേടൻ കേരളത്തിൽ അതിശക്തമായ ആരാധക വൃന്ദമുള്ള കലാകാരൻ. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ചെറുപ്പക്കാരിൽ ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ അതിശക്തമായ ആരാധക വൃന്ദമുണ്ട് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക്. വേടനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം 10 മടങ്ങ് ശക്തിയിൽ വേദികളിൽ അദ്ദേഹം എത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നിരണം ഭദ്രാസനത്തിന്റെ മുൻ മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസും ഫേസ്ബുക്കിലൂടെ വേടനെ പിന്തുണ അറിയിച്ചു പറഞ്ഞു, ഈ രാജ്യത്ത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും അവയുടെ ശരീരഭാഗങ്ങളും ജാതിക്ക് വിധേയമാണ്. ഞാൻ വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രീയത്തിനും മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തിനും എതിരായി നിലകൊള്ളുന്നു. വെളുത്ത ദൈവങ്ങൾക്കെതിരായുള്ള വിപ്ലവത്തിന്റെ പോരാട്ടം തുടരട്ടെ. തനിക്ക് പറ്റിയ തെറ്റിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും മയക്കുമരുന്നിനെതിരെ ശക്തമായി പോരാടാനും വേടന് ഈ സംഭവത്തിന് ശേഷം സാധിച്ചിട്ടുണ്ട്. വേടന്റെ ജാതിയും രാഷ്ട്രീയവും ചിലയിടങ്ങളിൽ ഐക്യം കൽപ്പിച്ചതുപോലെയാണ് അദ്ദേഹത്തിനെതിരായി നടക്കുന്ന കുപ്രചരണങ്ങൾ. വേടന്റെ ഗാനങ്ങളിൽ ഒന്നായ ഭൂമി ഞാൻ വാഴുന്ന ഇടം അഥവാ ഞാൻ താമസിക്കുന്ന ഭൂമി കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ വേടന്റെ പാട്ടുകൾ സിലബസിൽ നിന്നും നീക്കണമെന്ന് പരാതി വരികയും ചർച്ച നടക്കുകയും ചെയ്തു. ഈ ചർച്ചയ്ക്ക് പിന്നിൽ സേവ് ക്യാമ്പസ് കമ്മിറ്റിയും ഉൾപ്പെടുന്നു. വേടന്റെ പാട്ടുകളിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്താണ്? ലക്ഷക്കണക്കിന് ആരാധകരാണ് അയാളുടെ പാട്ടുകൾ കേൾക്കുന്നതും ആരാധിക്കുന്നതും. ഈ തലമുറയിലെ കൊച്ചു കുട്ടികൾക്ക് പോലും വേടന്റെ ഗാനം കാണാപ്പാഠമാണ്. കാലിക്കറ്റ് സർവകലാശാലയെക്കുറിച്ച് മുൻപും പരാതികൾ അനവധിയാണ്. സംവരണ അട്ടിമറി നടത്തിയ ഈ സർവകലാശാലയിൽ നിന്നും വേടന് മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾ, ജാതിപരമായ വേർതിരിവുകൾ, അടിമകൾ, ഭൂമി, നീതി, വഞ്ചന എന്നിവയെക്കുറിച്ച് വേടന്റെ ഗാനങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. വേടൻ തുടരട്ടെ, പുതിയ യുഗത്തിന്റെ ശബ്ദമായി അനീതിക്കെതിരെ ആഞ്ഞടിക്കട്ടെ, യുവരോക്ഷം ഗാനമായി പ്രേക്ഷകരുടെ മനസ്സിൽ അലയടിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.